പുണ്യം തേടിയുള്ള യാത്രയാണ് പൂങ്കാവനത്തിലേക്കുള്ള യാത്ര. പുല്ലുമേട് വഴിയുള്ള യാത്ര. കാത്തിരുന്ന് മാലയിട്ട് വ്രതമെടുത്ത അയ്യപ്പന്മാരുടെ ശബരീശ സന്നിധിയിലേക്കുള്ള യാത്ര. சாமி, நான் வரும்போது யானையை பார்த்தேன், அப்புறம் காட்டெருமையை பார்த்தேன். சன்னிதானத்துக்கு வர கொஞ்சம் கஷ்டமா இருந்துச்சு சாமி. ஐயப்பனை பார்க்க தான் சாமி கஷ்டப்படுறேன். இந்த வழியில வந்து நல்லா இருக்கு. நான் யானையில பார்த்தேன். நல்ல அனுபவம். പുൽമേട് വളരെ ഭംഗിയാണ്. ഒരു 3-4 കിലോമീറ്റർ പുൽമേട്ടിൽ കൂടെയുള്ള യാത്ര. വെയിലുണ്ടെങ്കിൽ പ്രശ്നമാണ്, എങ്കിലും രാവിലെ ആയതുകൊണ്ട് സുഖമായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ട് എരുമേലിയിൽ നിന്ന് കയറി വരുന്നിടത്തോളം ദൂരമില്ല. ഇത് 10-12 കിലോമീറ്ററേ ഉള്ളൂ. അന്നേരം യാത്ര സുഖമാണ്. വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രം വരെ നമുക്ക് റോഡ് മാർഗം എത്തിച്ചേരാം. അതിനുശേഷം ആണ് നമ്മൾ കാനനപാത ആരംഭിക്കുന്നത്. സത്രത്തിൽ നിന്നും ഈ സന്നിധാനം പാണ്ടിത്താവളം വരെയാണ് 12 കിലോമീറ്റർ പാതയുള്ളത്. വളരെ ദുർഘടമായ പാതയാണ്. പുല്ലുമേട് കഴിഞ്ഞാൽ പിന്നെ വളരെ ചെങ്കുത്തായ പാതയാണ്. പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർക്ക്, പിന്നെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ ദുർഘടമായ അവസ്ഥയിലൂടെ കടന്നു വരേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. കരിമലയേറ്റവും കാനനപാതയും കഠിനമാണ്. അതിനേക്കാൾ അപകടം നിറഞ്ഞതും സാഹസികവുമാണ് പുല്ലുമേട് വഴിയുള്ള യാത്ര. എന്നാൽ കാനന ഭംഗി ആസ്വദിച്ച് കണ്ണും മനസ്സും നിറയെ കുളിർന്നാണ് ഓരോ അയ്യപ്പനും ഇതുവഴി സന്നിധാനത്തേക്ക് എത്തുന്നത്. கடந்த மண்டல காலத்தில் மட்டுமே 78,000 பக்தர்கள் இதில் வந்ததாக கூறப்படுகிறது. மகர காலத்திலும் அதிக அளவில் இங்கு பக்தர்கள் வந்து கொண்டிருக்கிறார்கள். இந்த வழி பார்ப்பதற்கு மிகவும் நல்லவும் மனதிற்கு இதமாக காணப்பட்டாலும் வரக்கூடிய வழிகள் மிகவும் ഭക്തர்களுக்கு ആപത്തായ വിളവ് ഉണ്ടാക്കக்கூடிய ഇടങ്ങളാக இருக்கும். നമ്മളിപ്പം കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ ഭാഗത്തൂടെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും വിശ്വാസം, അതോടൊപ്പം തന്നെ കാനന ഭംഗി ആസ്വദിച്ച്, അതുപോലെ തന്നെ അഡ്വഞ്ചർ, 2 രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത്. അടുത്ത വർഷം ഈ പദത്തിൽ കൂടെ തന്നെ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളിങ്ങോട്ട് വരുന്ന വഴി 2 ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മാസം തുടങ്ങുന്നത് വൃശ്ചികത്തിലെ ആദ്യ സമയങ്ങളിൽ വരുവാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റും. ഇപ്പോൾ അവസാനമായതുകൊണ്ടാണ് ഒരു കുറവ് അനുഭവപ്പെട്ടത്. തീർത്ഥാടനം തുടങ്ങിയതിന് ശേഷമേ വളരെയധികം ആൾക്കാർ ഈ ഭാഗത്തൂടെ കടന്നു വരുന്നുണ്ട്, ഈ പുല്ലുമേട് വഴി. അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ റഷ് കൂടിയ സമയത്തും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ വിചാരിക്കുന്ന ഇതുവഴി പെട്ടെന്ന് ഇങ്ങ് വരാം. കാരണം നമ്മുടെ മരക്കൂട്ടം വഴിയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിലേ പെട്ടെന്ന് വരാമെന്നാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ നമുക്ക് അറിയാവുന്നത് ഇതൊരു വളരെ ദുർഘടകരമായ ഒരു വഴിയാണ്. സന്നിധാനത്തേക്ക് നേരിട്ടെത്താനുള്ള ഏക കാനനപാതയാണ് വണ്ടിപ്പെരിയാറിൽ നിന്ന്, സത്രത്തിൽ നിന്ന് ആരംഭിച്ച് സന്നിധാനത്തെത്തുന്ന ഈ കാനനപാത എന്ന് പറയുന്നത്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ കോർ ഏരിയയിലൂടെയാണ് ഈ കാനനപാത കടന്നു പോകുന്നത്. വളരെ ദുർഘടമായ പാതയാണ്, ധാരാളം വന്യമൃഗങ്ങളൊക്കെയുള്ള പാതയാണ്. എങ്കിലും ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വളരെ നേരം ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ധാരാളം ഭക്തജനങ്ങൾ ഈ പാതയെ ആശ്രയിച്ച് ഇപ്പോൾ സന്നിധാനത്തേക്ക് വരുന്നുണ്ട്.
വണ്ടിപ്പെരിയാറിൽ നിന്ന് പുറപ്പെട്ട് പുല്ലുമേട് താണ്ടി കല്ലും മുള്ളും ചവിട്ടി കാടിറങ്ങി എത്തുന്നവർക്ക് ഈ കാണുന്നതാണ് ലക്ഷ്യസ്ഥാനം. ഏതാനും ചുവടുകൾ കൂടി നടന്ന് 18 പടിയും ചവിട്ടി ഇനി അവർക്ക് അയ്യനെ കാണാം. മനസ്സു നിറയെ പ്രാർത്ഥിച്ച് തിരികെ മടങ്ങാം. വീഡിയോ ജേർണലിസ്റ്റ് ML വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ ലെവിൻ കെ വിജയൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.